മഴതോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷ്ണമോള് പറഞ്ഞ വാക്കുകൾ അലീനയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. തൻ്റെ അമ്മയ്ക്ക്, താൻ ഇത്രയും കാലം കാത്തിരുന്ന തൻ്റെ അമ്മയ്ക്ക് തന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ തനിക്കതിന് കഴിയുന്നില്ലല്ലോ. അല്ലെങ്കിൽ അമ്മയെ ഒന്ന് തിരിച്ച് വിളിക്കാനും അമ്മയോട് സന്തോഷത്തോടു കൂടി ഒന്ന് സംസാരിക്കാനോ തനിക്ക് കഴിയുന്നില്ല. അതിൽ താൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്. പക്ഷേ തനിക്കെന്നും തണലായി നിന്നത് ആ മനുഷ്യനാണ്, ബാലചന്ദ്രൻ എന്ന് പറയുന്ന, താൻ ആരെക്കാളേറെ സ്നേഹിക്കുന്ന ആ അച്ഛൻ. തനിക്ക് രക്തബന്ധം കൊണ്ടോ വളർത്തിയ ബന്ധം കൊണ്ടോ ഒരു ബന്ധം കൊണ്ടും ഒരിക്കലും അച്ഛനല്ല. എന്നിരുന്നാലും അച്ഛൻ എന്ന കർമ്മത്തേക്കാൾ വലുതാണ് ബാലചന്ദ്രൻ എന്ന സത്യം. ബാലചന്ദ്രൻ്റെ വാക്കുകളെ മറികടന്നുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. കൃഷ്ണമോള് വീണ്ടും അലീനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഒന്ന് പറ, എന്ത് വേണം? അമ്മയ്ക്ക് ഒന്ന് വിളിച്ചു കൊടുത്തോട്ടെ. ചേച്ചി അമ്മയോട് പറഞ്ഞാൽ മതി, അച്ഛൻ്റെ സമ്മതമില്ലാതെ ഞാൻ ആരോട് സംസാരിക്കില്ലെന്ന്. കൃഷ്ണമോളെ, അത് വേണ്ട. നമ്മൾ അറിഞ്ഞിരുന്നു കൊണ്ട് ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഞാൻ അച്ഛനെ ചതിക്കുന്നതിന് തുല്യമാണ്. അച്ഛനെ ഞാൻ ഒരിക്കലും ചതിക്കാൻ പാടില്ല. അച്ഛന് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം ഒരച്ഛൻ എന്നത് മാത്രമല്ല, ദൈവത്തിന് തുല്യമാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ എപ്പോഴെങ്കിലും നിന്ദിക്കാറുണ്ടോ മോളെ? അതുപോലെയാണ് ഞാൻ അച്ഛനെ കാണുന്നത്. അലീനയുടെ വാക്കുകൾ കൃഷ്ണമോളിൽ വല്ലാത്ത അത്ഭുതമാണ് തോന്നിപ്പിക്കുന്നത്. കാരണം ചേച്ചിക്ക് ബന്ധമെന്ന് പറയുന്നത് അമ്മയാണ്. ആ അമ്മയെ വേണ്ടെന്ന് വെക്കാൻ അച്ഛൻ്റെ ഒരു വാക്ക് മതി ചേച്ചിക്ക്. എത്രത്തോളം അച്ഛൻ ചേച്ചിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കൃഷ്ണമോൾക്ക് ഉറപ്പാവുകയാണ്. അവരുടെ സംസാരം കുറച്ച് സമയത്തേക്ക് നിശബ്ദമായിരുന്നു. വീണ്ടും കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി അമ്മ ഇനിയും വന്ന് എന്നോട് പറയും ചേച്ചിയോട് സംസാരിക്കണമെന്ന്. അമ്മ അതെന്തോ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ. ഞാൻ എന്താണ് ചേച്ചി അമ്മയോട് പറയേണ്ടത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, മോക്ക് അപ്പോൾ എന്താണോ തോന്നുന്നത് അത് പറഞ്ഞോ. അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ? ചേച്ചി പറഞ്ഞോ എന്ന് പറഞ്ഞോ, അച്ഛൻ്റെ സമ്മതമില്ലാതെ ചേച്ചിക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന്. അങ്ങനെ തന്നെ പറഞ്ഞോ മോളെ, അതല്ലേ സത്യം. നമ്മൾ എന്തിനാ എപ്പോഴും സത്യത്തിന് തിരിഞ്ഞു നിന്നുകൊണ്ട് സംസാരിക്കുന്നത്? സത്യത്തിനെ മുഖാമുഖം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആരെയും പേടിക്കേണ്ടി വരില്ല. അത് നീ എന്നും ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ ഇപ്പോൾ ചേച്ചി കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ചേച്ചിക്ക് ഇവിടെ ആൻറ്റിയുടെ ഒപ്പം പള്ളിയിൽ പോകാനുള്ളതാണ്. ചേച്ചി ഒന്ന് ഫ്രഷായിട്ട് ആൻറ്റിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളോട് സംസാരിച്ച് കോള് കട്ട് ചെയ്യാണ്. അലീന കൃഷ്ണമോളോട് പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി താൻ ആൻറ്റിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആൻസി കുറച്ച് സമയമായി അലീനയെ കാത്തിരിക്കുക തന്നെയായിരുന്നു. അലീന നടന്നു വരുന്നത് കാണുമ്പോൾ ആൻസി ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു? പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ എന്നേക്കാളും മുമ്പായി റെഡിയായി ഇറങ്ങുന്ന ആളാണല്ലോ. ഇത് എവിടെ പോയിരുന്നു? എന്തെടുത്തിരുന്നു? അത് ആൻറ്റി, ഞാനേ കൃഷ്ണമോളും ബബിതയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന് സമയം പോയതറിഞ്ഞില്ല. അതുകൊണ്ടാണ് ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വല്ലാത്തൊരു മൗനത്തിലേക്കാവുകയാണ്. ആൻസിക്ക് എന്തോ ഒരു വിഷമം അലീനയിലുണ്ടെന്ന് ആൻസിക്കും തോന്നുന്നുണ്ട്. കുറച്ച് സമയത്തേക്ക് ആൻസി ഒന്നും ചോദിക്കുന്നില്ല. അലീന തന്നോട് എന്തെങ്കിലും പറയാൻ താല്പര്യം കാണിക്കുകയാണെങ്കിൽ പറയട്ടെ എന്ന് കരുതി. പക്ഷേ അവർക്കിടയിൽ എപ്പോഴുള്ളതുപോലെ പള്ളിയിലേക്ക് നടക്കുന്ന സമയത്ത് ആ ഒരു കളിച്ചിരിയോ സംസാരമോ ഇല്ലെന്ന് മനസ്സിലാക്കി ആൻസി അലീനയുടെ തോളിൽ കൈയിട്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ? നീ വല്ലാത്ത വിഷമത്തിലാണല്ലോ. ആൻറ്റിയോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിനക്ക് പറയാട്ടോ. ആൻറ്റിക്ക് കഴിയുന്നതാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ആൻറ്റിയും പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ അലീന മുഖം ഉയർത്തി ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ആൻസി അവളുടെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത്. വല്ലാതെ മനസ്സ് വേദനിച്ചിരിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തയ്യാറായി നിൽക്കുന്നു. ആൻസി അവളുടെ മുഖമുയർത്തി തന്നിലേക്ക് തന്നെ ഒന്നുകൂടി നോക്കി. അലീനയോടായി ആൻസി ചോദിച്ചു, എന്തു പറ്റി? നിൻ്റെ മനസ്സ്
വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് നിൻ്റെ മുഖം നോക്കിയാൽ തന്നെ അറിയാം. നീ ഇനി മറച്ചൊന്നും വെക്കാൻ ശ്രമിക്കണ്ട. എന്താണെങ്കിലും പറഞ്ഞോളൂ. ആൻറ്റി, ഞാൻ ഒരനാഥയായിട്ടാണ് ജനിച്ചതും ജീവിച്ചതുമെല്ലാം. എൻ്റെ നല്ല സമയങ്ങളെല്ലാം ഒരു അനാഥയായി തന്നെയായിരുന്നു. എൻ്റെ കുട്ടിക്കാലം, എൻ്റെ സ്കൂൾ പഠനം, അങ്ങനെ. പക്ഷേ അന്നൊന്നും ഞാൻ അനാഥയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അച്ഛനായിട്ടും അമ്മയായിട്ടും എൻ്റെ കാര്യങ്ങളെല്ലാം, ആ മമ്മിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. മമ്മിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല ആൻറ്റി. സത്യം പറഞ്ഞാൽ ഞാനൊന്നും ആഗ്രഹിക്കാറില്ല. എനിക്കറിയാം എൻ്റെ മമ്മിക്ക് ഏത് അറ്റം വരെ ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുമെന്ന്. അതിനപ്പുറത്തേക്ക് മമ്മിയെ കൊണ്ട് ഒന്നും നടക്കില്ലെന്നും അറിയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ മമ്മി എന്നോട് അന്നൊരു വാക്ക് പറഞ്ഞു. എനിക്ക് കൂടപ്പിറപ്പുകളുണ്ടെന്നും എനിക്ക് അച്ഛനില്ല, അമ്മ ആരാണെന്ന് മമ്മിക്ക് അറിയാമെന്നുമല്ല. അന്ന് മുതൽ എന്തിനാണെന്നറിയില്ല ആൻറ്റി, ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഞാൻ ഒരുപാട് ആഗ്രഹിക്കാൻ തുടങ്ങി. കിട്ടുമോ കിട്ടില്ലയോ എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. ആ സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. എൻ്റെ അമ്മയിൽ നിന്നൊരു സ്നേഹം, എൻ്റെ കൂടപ്പിറപ്പുകളിൽ നിന്നിട്ട് ചേച്ചി എന്നൊരു വിളി, അങ്ങനെ അമിതമായിട്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചു. അത്യാഗ്രഹമായിരുന്നു അല്ലേ ആൻറ്റി? ആൻറ്റിക്ക് പോലും തോന്നുന്നില്ലേ അത് ഞാനൊരു അത്യാഗ്രഹിയാണെന്ന്? ആൻസിയുടെ മനസ്സിൽ വല്ലാത്ത ഒരു വിഷമം തോന്നുകയാണ് അലീനയുടെ വാക്കുകൾ കേട്ടപ്പോൾ. തൻ്റെ മക്കളൊക്കെ എത്ര സൗഭാഗ്യത്തോടു കൂടിയാണ് വളർന്നു പോകുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ ആവശ്യത്തിൽ കൂടുതൽ പണം, ഒന്നിനും ഒരു കുറവുമില്ലാതെയുള്ള ആഡംബരമായ ജീവിതം. പക്ഷേ അതേ സ്റ്റാൻലിയുടെ മകളുടെ വാക്കുകളാണ് ഇപ്പോൾ തൻ്റെ കാതിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻസിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ആൻസിക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അലീന വീണ്ടും തുടർന്നു. ആൻറ്റി, എന്നെ അന്ന് മുത്തച്ഛനും മനുവേട്ടനും കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെന്ന് എന്നോട് എൻ്റെ ബ്രിജിത മമ്മി പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു എനിക്ക്. അതിലേറെ ദുഃഖവും ഉണ്ടായിരുന്നു. എൻ്റെ ബ്രിജിത മമ്മിയെയും രേവതിക്കുട്ടിയെയും ചിന്നുകുട്ടിയെയും ഒക്കെ ഇട്ടിട്ട് പോരേണ്ടി വരുമോ എന്നത്. പക്ഷേ എൻ്റെ ചിന്നുട്ടിയെയും രേവതിയെയും അവർക്ക് അവരുടേതായ രീതിയിൽ ഓരോ സ്ഥലത്ത് ഏൽപ്പിക്കേണ്ടി വന്നു. എൻ്റെ മമ്മി എന്നെ വിട്ട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ആ ലോകത്തേക്ക് പോവുകയും ചെയ്തു. അതിന് ശേഷമാണ് എന്നെ എൻ്റെ ബാലചന്ദ്രൻ അച്ഛനും മനുവേട്ടനും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. വരുന്ന വഴിയെല്ലാം ഞാൻ മനസ്സുകൊണ്ട് കരയുകയും ഓരോ സമയം തന്നെ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്തിരുന്നു. ജനിച്ചിട്ട് 23 വർഷങ്ങളായിട്ടും താൻ കണ്ടിട്ടില്ലാത്ത തൻ്റെ അമ്മയെ കാണാമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഇന്നും എൻ്റെ കൂടപ്പിറപ്പുകളായിട്ട് കണ്ടിട്ടുള്ളത് എൻ്റെ രേവതിക്കുട്ടിയെയും ചിന്നുട്ടിയെയും എൻ്റെ കൂടെയുണ്ടായ മറ്റുള്ളവരെയുമാണ്. എന്നാൽ എൻ്റെ ചോരയിൽ തന്നെ, എൻ്റെ അമ്മയിൽ തന്നെ ജനിച്ച എൻ്റെ അനിയനെയും അനിയത്തിയെയും ഒക്കെ കാണാമല്ലോ എന്നോർത്തിട്ട് എൻ്റെ മനസ്സ് വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. ഞാൻ വന്ന് പെട്ടത് വല്ലാത്തൊരവസ്ഥയിലും. എന്നെ കാണുന്നത് പോലും വെറുപ്പായിരുന്നു എൻ്റെ സഹോദരങ്ങൾക്കും അമ്മയ്ക്കും. അതിനിടയിൽ എനിക്ക് ആശ്വാസമായത് മനുവേട്ടനും ബാലചന്ദ്രനും എന്ന ആ മനുഷ്യനുമാണ്. എന്നെ ആരാണോ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടത് ആ മനുഷ്യൻ തന്നെ എന്നെ സംരക്ഷിക്കാൻ തുടങ്ങി. ചിന്തിച്ച് നോക്കാൻ ഒന്നും അറിയിക്കണമെന്ന് കരുതി വന്ന ഒരാളല്ല ആൻറ്റി. ആരിൽ നിന്നും ഒരു സൗഭാഗ്യവും തട്ടിയെടുക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ദൈവനിശ്ചയം എന്ന് പറയുന്നതും അത് സത്യം തന്നെയാണ് ആൻറ്റി. അല്ലായിരുന്നുവെങ്കിൽ 25 വർഷക്കാലമായിട്ട് മൂടിവെച്ച ആ സത്യം ഒരിക്കലും ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ അറിയില്ലായിരുന്നുവല്ലോ. അതറിയാനും എൻ്റെ നാവിൽ നിന്നു തന്നെ അതെല്ലാം കേൾക്കാനും ഒരു നിമിത്തമായി. ആൻസിയും അലീനയും പള്ളിയിലേക്ക് നടക്കുന്ന ആ വഴിക്കാണ് അലീനയുടെ കഥകളെല്ലാം പറയുന്നതെങ്കിലും ആൻസി
മറ്റൊരു ലോകത്തിരുന്ന് കേൾക്കുന്നത് പോലെയായിരുന്നു അലീന പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുന്നത്. ആൻസിക്ക് അലീനയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രയേറെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് അലീനയുടെ. ഇന്ന് രാവിലെ വരെ കണ്ട ആളെയല്ല, ആ മുഖത്തിന്, ആ മനസ്സിന് വല്ലാതെ നോവേറ്റിയിരിക്കുന്നു. അത് എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം പോലും ആൻസിക്കുണ്ടായിരുന്നില്ല. അലീന വീണ്ടും തുടർന്നു. എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല ആൻറ്റി. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയ നാൾ മുതൽ, ആ ദിവസം മുതൽ എന്നെ ഒരു ശത്രുവായി മാത്രമാണ് എന്നെ പ്രസവിച്ച ആ സ്ത്രീ അവരെന്നെ കണ്ടിട്ടുള്ളത്. എങ്കിലും ഞാനതൊന്നും കാര്യമാക്കിയിരുന്നില്ല. കാരണം അവർക്കെന്തറിയാം ഞാൻ അവരുടെ ആരാണെന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ പിന്നെ അവരെന്തിനെന്നെ സ്നേഹിക്കണം? അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഞാൻ പോലും അറിയാതെ എല്ലാവരിലും ഞാൻ അലിഞ്ഞു ചേരുകയായിരുന്നു. ഞാൻ ആ വീട്ടിലെ മൂത്ത മകളാണെന്ന് ഞാൻ എന്നെ തന്നെ സ്വയം പറഞ്ഞു പഠിപ്പിച്ചു. ഞാൻ ആ വീട്ടിലെ ഏറ്റവും മൂത്ത ചേച്ചിയാണെന്ന് ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങി. അവരുടെയൊക്കെ കാര്യത്തിൽ അവർ പോലും അറിയാതെ, അല്ലെങ്കിൽ ഞാൻ പോലും മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ ഇടപെട്ടു തുടങ്ങി. അതൊക്കെ മറ്റുള്ള 2 പേരിലും ശത്രുതയും കൃഷ്ണമോളിൽ സന്തോഷവും ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ സമയം എൻ്റെ പ്രവൃത്തികൾ ഇഷ്ടക്കേടുകളും കൂടുതലും ഉണ്ടാക്കി തുടങ്ങി. എന്നെ കൊല്ലാൻ പോലും എന്നെ പെറ്റ അമ്മ ശ്രമിച്ചു എന്നുള്ളതല്ലേ ആൻറ്റി സത്യം. അവിടെ നിന്നല്ലേ ഞാനിപ്പോൾ ഇവിടേക്ക് എത്തി നിൽക്കുന്നത്. അതെ, അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അച്ഛന് തോന്നിയൊരു വാശി. പിന്നെ ഇനി എന്നെ അവിടെ നിർത്തിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. മോളെ, അത് പിന്നെ... ആ വാക്കുകൾ കേട്ടപ്പോൾ അലീനയ്ക്ക് പെട്ടെന്ന് ഒരു ഞെട്ടൽ പോലെ ഉണ്ടായി. അലീന എന്തോ ഒരു സ്വബോധത്തിൽ നിന്നും വന്നതുപോലെ. അയ്യോ ആൻറ്റി, ഞാൻ ആൻറ്റിയെയും വിഷമിപ്പിച്ചു അല്ലേ? അല്ല അലീന, അത് പിന്നെ ബാലചന്ദ്രൻ ചിന്തിച്ചത് സത്യമല്ലേ? നിന്നോട് വീണ്ടും വൈജയ്ക്ക് അങ്ങനെ ഒരു വൈരാഗ്യമൊക്കെ തോന്നിയാലോ എന്ന് കരുതിയിട്ട് തന്നെയാണ്. പിന്നെ വൈജയ്ക്ക് ഒരു ഷോക്കാവാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളെ അവിടേക്ക് വിളിച്ചു വരുത്തിയതും നിന്നെ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതുമെല്ലാം. സാരില്ല മോളെ, എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. കർത്താവ് നിനക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. നീ ഇവിടെ വരെ എത്തിയില്ലേ അലീന? എല്ലാവരുടെ മനസ്സിലും നന്മ മാത്രമല്ലേ നിന്നെക്കുറിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിനക്കറിയാലോ, രോഹിത്തിൻ്റെ കേസിൽ പോലും എല്ലാവരും നിന്നെയാണ് അത്ഭുതത്തോടു കൂടി നോക്കുന്നത്. നീ പോലും ഒന്ന് ചിന്തിച്ച് നോക്കൂ അലീന, അതൊക്കെ എത്ര അത്ഭുതകരമായിരുന്നു എന്ന്. കാരണം നിനക്ക് ഒരു പേടിയും കൂടാതെ ശരണ്യയുടെ വീട്ടിൽ പോകാനുള്ളൊരു ധൈര്യവും, അതേപോലെ തന്നെ ശരണ്യയ്ക്ക് നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അവളെ രോഹിത്തൊന്നും ചെയ്തിട്ടില്ലെന്ന് കോടതിയിൽ അത്ര പേരെയും ശത്രുവാക്കിക്കൊണ്ടല്ലേ ആ കുട്ടി വിളിച്ച് പറഞ്ഞത്. അതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് നിൻ്റെ ഒരു പുണ്യം കൊണ്ടാണെന്നാണ് മോളെ. ആൻറ്റി, അതൊന്നുമല്ല. കുറച്ച് മുമ്പ് ആൻറ്റി പറഞ്ഞില്ലേ, അതൊക്കെ ദൈവത്തിൻ്റെ കളികളാണ് ആൻറ്റി. ഇപ്പോൾ തന്നെ ആൻറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നെ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ബബിത പോലും എന്നെ ഇപ്പോൾ സ്വന്തം ചേച്ചിയായി കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് ആൻറ്റി. പക്ഷേ എനിക്കതിലൊന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല. എനിക്കെങ്ങനെയാണ് ആൻറ്റി സന്തോഷിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ തന്നെ കൃഷ്ണ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് അമ്മയ്ക്ക് സംസാരിക്കണമെന്ന്. അമ്മ അതിൽ വല്ലാത്ത വാശിയിലാണ് പോലും. ഇന്ന് ബബിതയുമായിട്ട് അമ്മ വല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായി. അവളുടെ കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞുവെന്ന്. അതൊക്കെ അമ്മ ബബിതയോട് ചോദിച്ചപ്പോൾ ഒരമ്മയോടും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളാണത്രേ ബബിത അമ്മയ്ക്ക് നേരെ സംസാരിച്ചത്. അമ്മയുടെ പഴയ കാലങ്ങളെക്കുറിച്ചിട്ടും അങ്ങനെ എന്തൊക്കെയോ അവൾ സംസാരിച്ചു എന്ന്. അവളെന്നെ ഒന്ന് വിളിക്കുമായിരുന്നെങ്കിൽ എനിക്കതൊക്കെ ഒന്ന് അവൾ പറഞ്ഞ് തിരുത്തെങ്കിലും ചെയ്യായിരുന്നു ആൻറ്റി. അതുകൂടാതെ അമ്മ കൃഷ്ണമോളോട് പറഞ്ഞുവെന്ന് അമ്മയ്ക്ക് എന്നോട് സംസാരിക്കണമെന്ന്. എനിക്കതിന് കഴിയില്ല ആൻറ്റി. എനിക്കൊരിക്കലും എൻ്റെ ബാലച്ഛനെ വിഷമിപ്പിക്കാൻ കഴിയില്ല. എൻ്റെ എല്ലാമാണ് എൻ്റെ അച്ഛൻ. ആ അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല ആൻറ്റി. ഞാൻ എന്താണ് വേണ്ടത്? എൻ്റെ പെറ്റമ്മ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് മറ്റൊരു മകളോട് കേഴുന്നു. എന്നെ സ്നേഹിച്ച് എന്നെ വിശ്വസിക്കുന്ന എൻ്റെ അച്ഛൻ
ഞാൻ ഊന്നുവടിയാണെന്ന് പറഞ്ഞു നടക്കുന്ന എൻ്റെ അച്ഛൻ. ആ അച്ഛനെ ഞാൻ തള്ളിക്കളഞ്ഞ് അമ്മയ്ക്ക് സ്നേഹം പകരണോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് സന്തോഷം പകരണോ? ഞാൻ എന്താണ് ആൻറ്റി ചെയ്യേണ്ടത്? അലീന ആൻസിക്ക് നേരെ നിന്നുകൊണ്ട് ആൻസിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് അലീന ചോദിക്കുകയാണ്. ആൻറ്റി എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ ആൻറ്റി എന്ന് വിളിച്ചാലും ഞാൻ നിനക്ക് അമ്മയാണെന്ന്. ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. ആ ആൻറ്റി തന്നെ എനിക്കൊന്ന് പറഞ്ഞു തരൂ, ഞാൻ എന്ത് വേണമെന്ന്. എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ആൻറ്റി. എനിക്ക് അച്ഛനോട് പോലും പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല എനിക്ക് അമ്മയോട് സംസാരിക്കണമെന്ന്. ഞാൻ എങ്ങനെയാണ് അച്ഛനോട് അത് പറയുക? ആൻസി ചിരിച്ചുകൊണ്ട് അലീനയോട് ചോദിച്ചു. നീ എല്ലാം മറന്നുപോയോ മോളെ? നിന്നോട് വൈജ ചെയ്തതും പറഞ്ഞതുമായ എല്ലാം നീ ആ വൈജയോട് പൊറുക്കാനും നീ തയ്യാറാണോ? അലീന ഒന്നും പറയാതെ കുറച്ച് സമയം ആൻസിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അലീന ആൻസിയോടായി പറഞ്ഞു, ആൻറ്റി എനിക്കതൊന്നും അറിയില്ല. എനിക്ക് ആരോടും ദേഷ്യമില്ല ആൻറ്റി. ഞാൻ ആരെയും ഇതുവരെയും വെറുത്തിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അതൊക്കെ പൊറുക്കുന്നത്, അല്ലെങ്കിൽ മാപ്പ് കൊടുക്കണമെന്ന് ചിന്തിക്കുന്നത്? ഞാനിപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലാണ് ആൻറ്റി. ആരെയാണ് ഞാൻ തള്ളിക്കളയേണ്ടത്, ആരെയാണ് ഞാൻ എന്നിലേക്ക് ചേർത്തി നിർത്തേണ്ടതെന്ന്. എനിക്ക് ആരെയും തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപാട് കാലം ഞാൻ സ്വയം വിശ്വസിച്ചിരുന്നത് എന്നെ ഏതോ ഒരു സ്ത്രീ പ്രസവിച്ചു, എവിടെയോ എന്നെ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെയാണ്. എന്നിട്ട് പോലും എന്നെ ഉപേക്ഷിച്ച് പോയ ആ സ്ത്രീയുടെ മുഖം മനസ്സിൽ ഓർത്തെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അപ്പോഴും ഒരിക്കൽ പോലും ഞാൻ അവരെ വെറുക്കാൻ ശ്രമിച്ചിട്ടില്ല ആൻറ്റി. പിന്നെയാണോ ഞാൻ മരിച്ചു എന്ന് കരുതി മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്ത അമ്മയോട് എനിക്ക് എങ്ങനെയാണ് വെറുക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ കഴിയുന്നത്? അങ്ങനെയൊന്നുമില്ല ആൻറ്റി എനിക്ക്. ആൻറ്റി കണ്ടില്ലേ, കൃഷ്ണമോള് പോലും എന്നോട് അമ്മയോട് ചേച്ചിക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് അവളുടെ ആ റിക്വസ്റ്റ് കൂടി കേട്ടപ്പോഴാണ് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നത്. ആൻറ്റി പറഞ്ഞു തരുമോ എനിക്ക് ഞാൻ എന്ത് വേണമെന്ന്? മോളെ, ഇതിലിപ്പോൾ നിനക്കൊന്നും ചെയ്യാനില്ലടാ. നിൻ്റെ അച്ഛനുണ്ടല്ലോ, അച്ഛനെ വിളിച്ച് നീ പറ, അമ്മയോടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് നീ ചോദിക്കേ. അച്ഛൻ സമ്മതിക്കും. ആൻറ്റി, അങ്ങനെ എനിക്ക് ചോദിക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ ചോദിച്ചാൽ എൻ്റെ അച്ഛൻ അവിടെ തോറ്റു പോകും ആൻറ്റി. എൻ്റെ അച്ഛൻ താങ്ങി നിൽക്കുന്നത് എന്നിലൂടെ മാത്രമാണ്. അമ്മയിൽ നിന്നും എന്നെ അകറ്റി നിർത്തിക്കൊണ്ട് മാത്രമാണ് അച്ഛൻ ജയിച്ചു നിൽക്കുന്നത്. അതെല്ലാം എനിക്കറിയാം. അലീനയുടെ വാക്കുകൾ കേട്ട് ആൻസിക്ക് പോലും അതിശയം തോന്നുകയാണ്. എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അലീന സംസാരിക്കുന്നത്. ഇതിലൊക്കെ എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിനൊക്കെ ചിന്തിച്ചെടുക്കേണ്ടത് എന്ന് അവളോട് തന്നെ ചോദിക്കുകയാണ്. ആൻസിക്ക് പെട്ടെന്നാണ് മനസ്സിൽ തോന്നുന്നത്. മോളൊരു കാര്യം ചെയ്യ്, മോളുടെ പപ്പയോടൊന്ന് സംസാരിക്കേ. പപ്പയുടെ അഭിപ്രായം എന്താണെന്നറിയാലോ, അതുപോലെ നീ ചെയ്തോ. ആൻസി പറഞ്ഞത് ശരിയാണല്ലോ, തനിക്ക് പപ്പയോടൊന്ന് ചോദിക്കാം എന്ത് വേണമെന്ന് എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് അലീനയും ആൻസിയും പള്ളിയിലേക്ക് തന്നെ നടക്കുകയാണ്. അവർ പള്ളിയിൽ പോയി മനസ്സമാധാനത്തോടു കൂടി പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം സ്റ്റാൻലി വരുന്നതും കാത്ത് അലീന ഇരിക്കുകയായിരുന്നു. ആൻസിയുടെയും പതിവില്ലാതെ അലീനയുടെയും ആ ഇരിപ്പ് കണ്ട് സ്റ്റാൻലിക്ക് അതിശയം തോന്നി. സ്റ്റാൻലിക്ക് സ്വയം മനസ്സിലാവുന്നുണ്ടായിരുന്നു തന്നോട് രണ്ടുപേരും കാര്യമായി എന്തോ സംസാരിക്കാനുള്ള ഇരിപ്പാണെന്ന്. സ്റ്റാൻലി അലീനയ്ക്കരികിലായി വന്നിരുന്നു. അലീനയോട് സ്റ്റാൻലി ചോദിച്ചു, എന്താണ് എന്നെയും കാത്ത് പതിവില്ലാത്തൊരിരിപ്പ്? എന്നോടെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ കൊച്ചിന്? ഈ വാക്കുകൾ കേട്ടപ്പോൾ അലീനയ്ക്ക് മുമ്പായിട്ട് ആൻസി തന്നെയാണ് പറയുന്നത്. ഓ, സംസാരിക്കാനൊക്കെയുണ്ട്. അവൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേ ഇച്ചായന് തലക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം ചോദ്യവും ഉത്തരവും എല്ലാം അവളുടെ കയ്യിൽ തന്നെയുണ്ട്. എന്നാലും അവൾ നമ്മളോടിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇച്ചായൻ എന്തായാലും ഒരല്പം തലയ്ക്ക് ചൂട് പിടിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇരുന്നോളൂ. ഞാൻ പോയി എന്തെങ്കിലും തണുത്തത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ ആൻസി അകത്തേക്ക് പോകുന്നുണ്ട്. അലീനയ്ക്കരികിലായി തന്നെ
സ്റ്റാൻലിയും ഇരിപ്പുറപ്പിച്ചുകൊണ്ട് അവളുടെ കൈകൾ തൻ്റെ കൈകളിലേക്ക് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്താണെങ്കിലും ചോദിച്ചോളൂ. എന്തോ ഗുലുമാല് പിടിച്ച കാര്യമാണ് അല്ലേ? അലീനയുടെ മുഖം ഒട്ടും തന്നെ വെളിച്ചം പകരുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സ്റ്റാൻലിയുടെ ആ വാക്ക് കേട്ട് അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ തൻ്റെ പപ്പയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. സ്റ്റാൻലി അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, ഓ, ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, സന്തോഷം. ഇനി എന്തായാലും കാര്യം പറഞ്ഞാട്ടെ. അടുത്ത എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ശുഭരാത്രി.